الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ പരിഗണിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നിർദ്ദേശിക്കുകയാണ്. മനുഷ്യ ആയുസ്സിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. ശൈശവം, കൗമാരം, യുവത്വം, മധ്യവയസ്കത, വാർദ്ധക്യം. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെയുമാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. ഇതിൽ ചിലരെല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മരണപ്പെടും. ഇങ്ങനെ ദൗർബല്യത്തിൽ നിന്ന് ശക്തിയും ശക്തിയിൽ നിന്ന് ദൗർബല്യവും, ഇങ്ങനെ വിവിധ ഘട്ടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘട്ടമാണ് ശക്തിയുടെയും ഊർജ്ജസ്വലതയുടെയും പ്രായമായ യുവത്വം. ആ യുവത്വം ഒരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് പരമാവധി ആ യുവത്വം ഉപയോഗപ്പെടുത്തുവാനും കഴിവിൻ്റെ പരമാവധി ആ യുവത്വത്തിന് നാശം വരുന്നതിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താനും വിശ്വാസികൾക്കാവണം. ഈ ജീവിതഘട്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് സൂറത്ത് റൂമിലെ 54-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫ്, ദുർബലതയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച, അഥവാ ഒട്ടും പ്രസക്തമല്ലാത്തതും പ്രത്യേകിച്ച് ഒരു ശക്തി, ഊർജം എന്ന് പറയാൻ പറ്റാത്തതുമായ ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, അങ്ങനെ ആ ദുർബലാവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കരുത്തും കായബലവും ബുദ്ധിശക്തിയുമെല്ലാം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശക്തി നൽകി. സുമ്മ ജഅല മിൻ ഖുവ്വത്തിൻ, പിന്നെ ഈ ശക്തിക്ക് ശേഷം ളഅഫൻ വശൈബ, പിന്നെ ദൗർബല്യം, അവശത, ബലഹീനത, നര, ഇങ്ങനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ ആ രൂപത്തിലേക്ക് മാറ്റി. യഖ്ലുഖു മാ യശാ,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ളവനാണ്. വഹുൽ അലീമുൽ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങളും അറിവുള്ളവനും എല്ലാ കാര്യത്തിനും കഴിവുള്ളവനുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ശബാബ്, യുവത്വം, അത് നഷ്ടപ്പെട്ടു പോകാതെ, അന്യാധീനപ്പെട്ടു പോകാതെ പരമാവധി ഗുണങ്ങൾ ആർജിച്ചെടുക്കുവാൻ ഈ പ്രായം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ യുവതയെ നേർവഴിക്ക് നടത്തുന്ന, അവർക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ആഗ്രഹിക്കാനും നല്ല മാർഗങ്ങളിൽ സഞ്ചരിക്കാനും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കണം. അവിടേക്ക് അവരെ നയിക്കണം. കാരണം ഈ ലോകത്തിൻ്റെ മനുഷ്യ സമുദായത്തെ നേർവഴിക്ക് നടത്താൻ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരെല്ലാം യുവാക്കളായിരുന്നു എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ ശാബ്ബ, യുവാവല്ലാത്ത ഒരാളെയും അള്ളാഹു നബിയായി അയച്ചിട്ടില്ല. കാരണം മനുഷ്യപ്രായത്തിൻ്റെ ഏറ്റവും ശക്തമായ ക്ഷമാശീലതയോടെ ഉൾക്കരുത്തോടെ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അത് നിർവഹിക്കുവാൻ സാധിക്കുന്നത് ചെറുപ്പക്കാരനാണ്, യുവാവിനാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തപ്പോഴെല്ലാം അവർ തെരഞ്ഞെടുക്കപ്പെടുന്ന, പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ അവരെല്ലാം യുവാക്കളായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് പറയാൻ കാരണം. അദ്ദേഹം അവിടെയും കൊണ്ട് അവസാനിപ്പിച്ചില്ല. വലാ ഊതിയൽ ഇൽമ ആലിമുൻ ഇല്ലാ വഹുവ ശാബ്. ചരിത്രത്തിൽ അറിയപ്പെട്ട ഇസ്ലാമിക പണ്ഡിതന്മാർ, അറിവും കഴിവും ലഭിച്ചിട്ടുള്ള പണ്ഡിതന്മാർ, അവരുടെ ചരിത്രം എടുത്തു നോക്കുക, അവരുടെ ചരിത്രത്തെ സംബന്ധിച്ച് പരിശോധിക്കുക. അറിവ് തേടിയത് മുതൽ ഏറ്റവും ഭംഗിയായി അവർ അറിവ് പഠിക്കുകയും അത് പകർന്നു നൽകുകയും ചെയ്തിട്ടുള്ള പ്രായം യുവകാലഘട്ടമാണ്. അവിടെയാണ് അവർക്ക് ഏറ്റവും കരുത്തും ഓർമ്മശക്തിയും ആരോഗ്യവും ഒക്കെ നിലനിൽക്കുന്ന ആ സമയത്താണ് കൂടുതൽ ഇസ്ലാമിക ഗ്രന്ഥരചനകൾ നടന്നത്, കൂടുതൽ വൈജ്ഞാനികമായ യാത്രകൾ നടന്നത്, കൂടുതൽ പഠനം നടന്നിട്ടുള്ളത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രസിദ്ധമായ റിയാദുസ് സാലിഹീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്, സഹീഹ് മുസ്ലിമിന് വിശദീകരണം എഴുതിയിട്ടുള്ള പണ്ഡിതൻ, അദ്ദേഹം വിജ്ഞാനം തേടിത്തുടങ്ങിയത് 8-ാമത്തെ വയസ്സിലാണ്. 46-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ഇത്രയും ചുരുങ്ങിയ ഒരു 38 വർഷത്തെ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി എത്ര ഗ്രന്ഥങ്ങൾ, 46-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട ആ പണ്ഡിതൻ എത്ര ഗ്രന്ഥങ്ങൾ ഇവിടെ വിട്ടേച്ചു പോയി. വൈജ്ഞാനികമായ എത്ര സേവനങ്ങൾ അദ്ദേഹം സമൂഹത്തിൽ നിർവഹിച്ചു. അതുകൊണ്ട് ഏറ്റവും ഭംഗിയായി അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കുവാൻ സാധിക്കുക, ഇസ്ലാമിക പ്രബോധന ദൗത്യം നിർവഹിക്കാൻ സാധിക്കുക ചെറുപ്പക്കാർക്കാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളും അവിശ്വാസികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ സംവാദങ്ങളും വളരെ പ്രസിദ്ധമാണ്. ഖുർആനിൽ ധാരാളം ചരിത്രം അതുകൊണ്ട് പരാമർശിക്കുന്നുണ്ട്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മനുഷ്യന്മാരെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന വിഗ്രഹങ്ങളെ മുഴുവൻ അദ്ദേഹം മഴുകൊണ്ട് തച്ചുടച്ചു. അതിലേറ്റവും വലിയ ഒരു വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ ആ മഴു തൂക്കിയിട്ട് അദ്ദേഹം പോയി. ഏതോ ആഘോഷങ്ങൾ കഴിഞ്ഞ് തിരിച്ച് ആരാധനാലയങ്ങളിൽ വണങ്ങാനും ആരാധിക്കാനും കുമ്പിടാനും വേണ്ടി ആ ബഹുദൈവ വിശ്വാസികൾ വന്നപ്പോൾ അവർ കാണുന്നത് അവരുടെ ദൈവങ്ങൾ മുഴുവൻ മറഞ്ഞു വീണ് കിടക്കുന്നതാണ്. അവരെ പരസ്പരം കണ്ണ് അത്ഭുതത്തോട് ചോദിച്ചത്, ആരാണ് ചെയ്തത്? മൻ ഫഅല ഹാദാ ബി ആലിഹത്തിന, നമ്മുടെ ദൈവങ്ങളെ ഈ പണി ചെയ്തത് ആരാണ്? ദൈവങ്ങൾ, ആ ദൈവങ്ങളെ ഈ പണി ചെയ്തത് ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, സമീഅനാ ഫതൻ യദ്കുറുഹും യുഖാലുഹു ഇബ്രാഹിം. ഈ ദൈവങ്ങളുടെ ഭോഷത്വത്തെക്കുറിച്ച്, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലുള്ള വിഡ്ഢിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്. യുവാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ശക്തമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഡ്ഢിത്വത്തെക്കുറിച്ച് അവരോട് ഉപദേശിക്കാനും പറഞ്ഞു കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്ത അസ്ഹാബുൽ കഹ്ഫ്,
അവരാരാണ്? നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദൻ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ വഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. നഹ്നു നഖുസ്സു അലൈക ബിൽ ഹഖ്. ആ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം സത്യസന്ധമായി നിനക്ക് ഞാൻ കഥയായി പറഞ്ഞു തരാം, ചരിത്രമായി പറഞ്ഞു തരാം. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. അവരുടെ രക്ഷിതാവിൽ വിശ്വസിച്ച ഒരു സംഘം, ഒരു പറ്റം ചെറുപ്പക്കാരാണവർ. ദഖ്യാനൂസ് രാജാവിൻ്റെ ഏറ്റവും ക്രൂരമായ മർദ്ദനവും വിശ്വാസികളോടുള്ള അങ്ങേറ്റത്തെ ക്രൂര നടപടികളും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നിരന്തരമായ പ്രതിസന്ധി സൃഷ്ടിക്കലുമായി അവസാനം സ്വന്തം വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ഗുഹകളിൽ അഭയം തേടിയവരാണ് ഈ ഗുഹാവാസികൾ, അഥവാ ഗുഹയിൽ അകപ്പെട്ട ഈ ചെറുപ്പക്കാർ. ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദൻ. അവർക്ക് നാം ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു. വറബത്നാ അലാ ഖുലൂബിഹിം. ആ ചെറുപ്പക്കാർ പരസ്പരം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസത്തെ, സൂക്ഷ്മതയെ, പടച്ചവനെക്കുറിച്ച് പേടിയെ അവിടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിച്ചു. ഇത് ഖാമൂ വഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹിനെയും ഞങ്ങൾ ആരാധിക്കുകയില്ല, അഥവാ അല്ലാഹു അല്ലാത്ത ഏതിനെയെങ്കിലും ഇലാഹായി സ്വീകരിച്ചാൽ ഏറ്റവും വലിയ അക്രമമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി ആ സമൂഹത്തിൽ നിലകൊണ്ട ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം, അവരാണ് ഗുഹാവാസികൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. സഹോദരന്മാരെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. മനോഹരമായ കൊട്ടാരം, അധികാരത്തിൻ്റെ എല്ലാ ശീതളഛായയിലും വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ കൊട്ടാരത്തിലെ രാജ്ഞി സുന്ദരിയായ ഒരു സ്ത്രീ. മറ്റാരെയും ഭയപ്പെടാൻ ആവശ്യമില്ലാത്ത സന്ദർഭത്തിൽ അനാവശ്യമായ പ്രവർത്തനത്തിന് വേണ്ടി യൂസുഫ് നബിയെ നിർബന്ധിക്കുന്നു. നിരന്തരമായ പ്രലോഭനം, കേട്ടിട്ടില്ലെങ്കിൽ പ്രകോപനം. ഇത് രണ്ടിനെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ഉറച്ചു നിന്നപ്പോൾ, പിന്നെ ഞാൻ ജയിലിലടക്കും, ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ ജയിലിലടക്കും എന്ന് ആ സ്ത്രീ ഭീഷണി മുഴക്കി. അപ്പോഴാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദ്ഉനനി ഇലൈഹി. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഈ മ്ലേച്ഛ പ്രവൃത്തിയേക്കാൾ എനിക്ക് നല്ലത് ജയിലാണ്, ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാറാണ്. അങ്ങനെ പോയി ആ ജയിലിൽ അദ്ദേഹം ദീർഘകാലം അവിടെ ജയിലിൽ തടവുകാരനായി കഴിഞ്ഞുകൂടി. അത് വലിയൊരു സംഭവമാണ്. പക്ഷെ അങ്ങനെയുള്ള ആത്മധൈര്യം, ഇത്രയും അനുകൂലമായ സാഹചര്യങ്ങൾ, അള്ളാഹു അല്ലാതെ വേറെ ആരെയും പേടിക്കാനില്ലാത്ത, മനുഷ്യരുടെ ഒന്നും വലിയ കണ്ണുവെട്ടിച്ചുകൊണ്ട് എല്ലാം ചെയ്യാൻ കഴിവുള്ള, അടഞ്ഞ് ഒഴിഞ്ഞ് ഒതുക്കമുള്ള ആ രഹസ്യ അറകളുള്ള കൊട്ടാരത്തിൽ ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ ആ യൂസുഫ് നബിക്ക് ആ ധാർമ്മികമായ കവചം, ആ പ്രതിരോധം സൃഷ്ടിച്ചത് എന്താണ്? അള്ളാഹുവിൻ്റെ വിശ്വാസമാണ്. ഈ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് നാം വളർത്തിയെടുക്കേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ദഅവത്തിൽ ആരാണ്? എല്ലാ വൃദ്ധന്മാരിൽ ബഹുഭൂരിപക്ഷവും കഠിനമായി ഇസ്ലാമിൻ്റെ വിരുദ്ധ ചേരിയിലായിരുന്നു. ചെറുപ്പക്കാരായ ആളുകളാണ് പ്രവാചക ദൗത്യത്തിലേക്ക്, പ്രവാചകൻ്റെ ദഅവത്തിലേക്ക് വന്നത്. ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 38 വയസ്സാണ്. ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ ഉമർ ഖത്താബിന് 27 വയസ്സാണ്. ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു ഖത്താബിന് 34 വയസ്സാണ്. ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ അലി ഇബ്നു അബി താലിബിന് 10 വയസ്സാണ്. ഈ ചെറുപ്പക്കാരായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരെ ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശക്തമായ ദഅവത്ത് നടത്തി. അബൂബക്കറാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് സഹാബാക്കളുടെ പേരുകൾ ചരിത്രത്തിലുണ്ട്. സഹോദരന്മാരെ, അബാദില എന്നറിയപ്പെടുന്ന 4 സഹാബാക്കളുടെ ചരിത്രം ഇസ്ലാമിൽ വളരെ പ്രസിദ്ധമാണ്. അബ്ദുല്ലാഹിബിന് ഉമർ, അബ്ദുല്ലാഹിബിന് അബ്ബാസ്, അബ്ദുല്ലാഹിബിന് സുബൈർ, അബ്ദുല്ലാഹിബിന് അംർ ഇബ്നുൽ ആസ്, ഈ 4 പേർക്കാണ് അബാദില എന്നറിയപ്പെടുന്നത്. ഈ പേര് അവർക്ക് കിട്ടാൻ കാരണം അബ്ദുല്ല എന്ന പേരായതുകൊണ്ടല്ല.
അബ്ദുള്ള എന്ന് പേരായ 200-ൽ പരം സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ട്. 200-ൽ പരം അബ്ദുള്ള പേരുള്ള ആൾക്കാർ. പക്ഷേ ഈ 4 പേർക്കും അങ്ങനെ അബാദില എന്ന് പേര് കൊടുക്കാൻ കാരണം എന്താണ്? അവർ ഇസ്ലാമിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ, അറിവിൻ്റെ കാര്യത്തിൽ അവർ ചെയ്ത ത്യാഗങ്ങൾ, ധാരാളമായി സമൂഹത്തിൽ ഇസ്ലാമിക പ്രകാശം പരത്തുന്നതിന് വേണ്ടിയുള്ള അവരുടെ അത്വധ്വാനം, ഈ കാരണങ്ങളാൽ ചരിത്രം അവർക്ക് ഒരു പ്രത്യേക പേര് കൊടുത്തു. അതാണ് അബാദില എന്നറിയപ്പെടുന്ന പേര്. സഹോദരന്മാരെ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് പ്രവാചകൻ മരിക്കുമ്പോൾ 13 വയസ്സാണ്. പക്ഷേ എത്രയോ കാലം പിന്നീട് ജീവിക്കുകയും അങ്ങനെ തർജുമാനുൽ ഖുർആൻ, ഫഖീഹുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര പണ്ഡിതനെന്നും വിശുദ്ധ ഖുർആൻ്റെ ദ്വിഭാഷി എന്നും അറിയപ്പെടുന്ന വിജ്ഞാന ശേഖരത്തിൻ്റെ, ധാരാളക്കണക്കിന് വിജ്ഞാനത്തിൻ്റെ ഉടമസ്ഥനായി അദ്ദേഹം മാറി. ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു സുബൈർ മദീനയിൽ വന്നതിന് ശേഷമാണ് ജനിച്ചത്. ഹിജ്റ വന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ ആദ്യം ജനിച്ച കടിഞ്ഞൂൽ ശിശു അതാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ. പക്ഷെ അദ്ദേഹം പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം വായിച്ചാൽ അറിവ് നേടുകയും ധാരാളക്കണക്കിന് ഇസ്ലാമിക ഫത്വകൾ നൽകുകയും ഏറ്റവും വലിയ അശ്വഭടനായി, കുതിരപ്പടയാളിയായി അറിയപ്പെടുകയും ചെയ്ത ആളാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ. അബ്ദുല്ലാഹിബ്നു ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ജീവിച്ച ചെറുപ്പക്കാരനായ സഹാബി, നബിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആള്, ഉമർ ഇബ്നു ഖത്താബിൻ്റെ പുത്രൻ. ആ അബ്ദുല്ലാഹിബ്നു സുബൈർ ഉമർ റളിയല്ലാഹു അൻഹു ധാരാളക്കണക്കിന് ഹദീസുകൾ ഉദ്ധരിച്ചു. നാലാമത്തെ ആള് മൂന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നാലാമത്തെ ആള് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ്. അദ്ദേഹം അംർ ഇബ്നുൽ ആസ് എന്ന് പറഞ്ഞ സഹാബിൻ്റെ പുത്രനാണ്. ധാരാളം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ധാരാളക്കണക്കിന് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ആളാണ്. അപ്പോൾ ഇത്രയധികം ചെറുപ്രായത്തിലും ഇസ്ലാമിക പ്രബോധനത്തിലും അതിൻ്റെ ദൗത്യത്തിലും അതിൻ്റെ യുദ്ധങ്ങളിലും എല്ലാം സജീവമായി പങ്കെടുത്ത ആളുകളെന്ന നിലക്കാണ് ചരിത്രം അവർക്ക് അബാദില എന്ന് പേരിട്ട് വിളിക്കുന്നത്. സഹോദരന്മാരെ, ഉസാമത്ത് ബിൻ സെയ്ദ് ബിൻ ഹാരിസത്തിൻ്റെ പുത്രൻ, വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു സഹാബി. ആ സഹാബിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ആരോപണം വന്നപ്പോൾ ഞാൻ എന്തു ചെയ്യണം എന്ന് മുശാവറ നടത്തുന്ന ഒരു സഹാബി. ഇത്ര ചെറിയ കുട്ടി, പക്ഷേ അയാളുടെ അഭിപ്രായം തേടുന്നു റസൂൽ. ഇതാണ് തെർബിയത്ത് എന്ന് പറയുന്നത്. അങ്ങനെ കേൾക്കാനും അങ്ങനെ യുക്തമായ അഭിപ്രായം പറഞ്ഞു കൊടുക്കാനും. ആയിഷ അള്ളാഹുവിനെ കുറിച്ച് ഒരു മോശപ്പെട്ട കഥകളും ഒരു മോശപ്പെട്ട ചരിത്രവും പ്രവാചകരെ നമ്മൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ സമാധാനിപ്പിക്കുന്ന ഉസാമത്ത് ബിൻ സെയ്ദിനെയാണ് നമ്മൾ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് മുമ്പ് മൂത്തയിലേക്ക് അയക്കാൻ ഒരു സൈനിക സംഘത്തെ നബി തെരഞ്ഞെടുത്തു. അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ട്, ഉമർ ജീവിച്ചിരിപ്പുണ്ട്, ഉസ്മാൻ ജീവിച്ചിരിപ്പുണ്ട്, അലി ഇബ്നു അബീ താലിബുണ്ട്, പ്രഗത്ഭരായ ധാരാളം സഹാബാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവായ സെയ്ദ് ബിൻ ഹാരിസത്ത് കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് വീണ്ടും ഒരു സൈനികവുമായി പുറപ്പെടാനുള്ള സൈനിക നേതാവ് ഉസാമത്ത് ബിൻ സെയ്ദ്, ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ യുദ്ധത്തിനായി പുറപ്പെടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. പിന്നെ അബൂബക്കറാണ് ഖലീഫ. അപ്പോൾ ഖലീഫയായ അബൂബക്കർ ഉസാമത്തിനോട് അനുവാദം ചോദിക്കുന്നു, ഖലീഫ എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ മദീനയിൽ എനിക്ക് നിൽക്കാൻ പറ്റുമോ എന്ന കാര്യം അനുവാദം ചോദിക്കുകയാണ്. ഏറ്റവും സീനിയറായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ജൂനിയറായ ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ സമ്മതം തേടുകയാണ്. താങ്കളുടെ സൈന്യത്തിൽ താങ്കൾക്ക് പിറകെ ഒരു പോരാളിയായി പടവെട്ടേണ്ട ഞാൻ ഖിലാഫത്ത് എന്ന വലിയ ചുമതല നിർവഹിക്കാൻ എനിക്ക് മദീനയിൽ നിൽക്കേണ്ടതുണ്ട്, അതുകൊണ്ട് താങ്കൾ അനുവദിക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ മര്യാദ. ഒരാൾക്ക് നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടാൽ, ഒരാളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടാൽ അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറും. അതുകൊണ്ടാണ് ഇവിടെ അനുവാദം ചോദിക്കേണ്ടി വരുന്നത്. സഹോദരന്മാരെ, ഈ നിലയ്ക്ക് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാൻ സാധിക്കണം. മിസ്അബ് ഇബ്നു ഉമൈർ വലിയ ധനിക കുടുംബത്തിൽ ജനിച്ച മക്കയിലെ സഹാബി. അവസാനം മിസ്അബ് ഇബ്നു ഉമൈറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൗത്യം ഏൽപ്പിച്ച് പറഞ്ഞയക്കുന്നു. മദീനയിൽ ഉള്ള ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കിടയിൽ ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം ഓരോ വീടുകളിലും കയറിയിറങ്ങി. അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പ്രവാചകൻ ഹിജ്റ വന്ന് മദീനയിൽ വരുന്നതിന് മുമ്പ്
അവിടെ ഇസ്ലാമിക വേദി ഒരുക്കി തയ്യാറാക്കി വെച്ച ആളാണ് മിസ്അബ് ബിൻ ഉമൈർ. അദ്ദേഹമാണ് ദായിയായി, പ്രബോധകനായി നബി അവിടെ എത്തുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത്. ആ സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ യുദ്ധം ചെയ്ത് ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ച മിസ്അബ് ബിൻ ഉമൈർ. ഇതൊക്കെ ചെറുപ്പക്കാരുടെ ചരിത്രമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരം ചരിത്രങ്ങൾ, കഥകൾ പറഞ്ഞ് ആവേശം കൊള്ളാനല്ല. ഇതൊക്കെ നമ്മുടെ പൂർവികന്മാരാണ്. ഇവരൊക്കെ യുവാക്കളാണ്. അതുകൊണ്ട് യുവത്വം യഥാർത്ഥത്തിൽ പ്രയോജനപ്രദമായ കാര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടണം. ചുറ്റുമുള്ള ആഭാസങ്ങളിലും അനാവശ്യങ്ങളിലും തോന്നിയവാസങ്ങളിലും അതുപോലെ തന്നെ മനുഷ്യർക്ക് ഉപദ്രവമുള്ള കാര്യങ്ങളിലുമല്ല നമ്മുടെ ഈ ആരോഗ്യമുള്ള പ്രായം ചെലവഴിക്കേണ്ടത് എന്ന് നമുക്ക് ബോധ്യം വേണം. ആ നിലക്ക് സത്യത്തിനും നീതിക്കും നന്മക്കും വേണ്ടി യുവത്വം ചെലവഴിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഓർക്കുന്നു. മാലിക് ബിൻ ഹുവൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽ നിന്ന് കുറേ യുവാക്കളുമായി നബിയുടെ അടുക്കലെത്തി. അങ്ങനെ 20 ദിവസത്തോളം നബിയുടെ കൂടെ താമസിച്ച് ഒരുപാട് അറിവുകൾ നേടിയപ്പോൾ അവർക്ക് ഒന്ന് വീട്ടിലേക്ക് പോകണം എന്ന് അവരുടെ ഭാവത്തിലും അവരുടെ പെരുമാറ്റങ്ങളിലും എനിക്ക് മനസ്സിലായപ്പോൾ, അന്തും തഷ്താഖൂന ഇലാ അഹ്ലിക്കും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അവർക്കത് പറയാൻ മടി. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ആ ലോലമായ പെരുമാറ്റവും കാരുണ്യം നിറഞ്ഞ വാത്സല്യവും കൊണ്ട് അവർ വേറെ മനുഷ്യന്മാരായി മാറിയിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 20 ദിവസങ്ങൾക്ക് ശേഷം അതിൽ നിന്നൊരാളെ ഇമാമാക്കി നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവുക. അവിടെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക. നമസ്കാരത്തിന് സമയമായാൽ 5 നേരവും നമസ്കരിക്കുക. നിങ്ങളിൽ വെച്ച് ഏറ്റവും ഖുർആൻ അറിവുള്ളവൻ നിങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുക. ഇങ്ങനെ ഒരു കൂട്ടം യുവാക്കളെ മുഴുവനും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇത്രയധികം ധർമ്മബോധമുള്ള ചെറുപ്പക്കാരാക്കി മാറ്റാൻ അത് ഇസ്ലാമിൻ്റെ മാസ്മരികതയ്ക്ക് മാത്രമേ സാധിക്കൂ. അത് പ്രവാചകൻ്റെ ദൗത്യത്തിന് മാത്രമേ സാധിക്കൂ. ഈ ചരിത്രം മാലിക് ബിൻ ഹുവൈരിസ് എന്ന സഹാബി തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപ്രകാരം തന്നെ അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കൾ, 10 പേരും ചെറുപ്പക്കാരാണ്, 10 പേരും യുവാക്കളാണ്. എങ്ങനെയാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾ സ്വർഗത്തിലാണെന്ന പ്രവാചകൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക? അവരുടെ വിശ്വാസ ബലം കൊണ്ട്, അവരുടെ കർമ്മപരിശുദ്ധി കൊണ്ട്, ഇസ്ലാമിക മാർഗത്തിൽ അവർ ചെയ്യുന്ന ത്യാഗങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഖൈബറിലെ ഏറ്റവും രൂക്ഷമായ യുദ്ധത്തിൻ്റെ സന്നാഹം നടക്കുന്ന സമയം, വലിയ കോട്ടകളാണ് യഹൂദികൾ, ജൂതന്മാർ പുറത്തു വരുന്നില്ല. എല്ലാ നിലക്കുമുള്ള പ്രകോപനം നടത്തിയിട്ടും കോട്ടകൾ വിട്ട് പുറത്തു വരുന്നില്ല. അവസാനം നാളെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക, യുദ്ധം ചെയ്തേ പറ്റൂ. അത്രമാത്രം ദിവസങ്ങൾ കാത്തിരുന്ന് വിശ്വാസികൾ വളരെയധികം മുഷിപ്പിലാണ്. അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഞാൻ ഒരാൾക്ക് പതാക കൊടുക്കും. അള്ളാഹു അയാളെയും അള്ളാഹുവും അവൻ്റെ റസൂലും അയാളെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവും അവൻ്റെ റസൂലും അയാളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ നാളെ പതാക കൊടുക്കും. അയാളുടെ കയ്യാൽ, അയാളുടെ നേതൃത്വത്തിൽ നാളെ നമ്മൾ യുദ്ധം ചെയ്യിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ പിന്നെ സഹാബികൾ ആരും ഉറങ്ങുന്നില്ല. അവർ നേരം പുലരാൻ കാത്തിരിക്കുകയാണ്. നേരം പുലർന്നാൽ ആരായിരിക്കും നബി വിളിച്ച് നേതൃത്വത്തിൻ്റെ പതാക ഏൽപ്പിക്കുന്ന ആൾ എന്ന് നോക്കിയിരിക്കുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കരിച്ചതിന് ശേഷം ചോദിച്ചു, അയിന അലി ഇബ്നു അബി താലിബ്? അലി ഇബ്നു അബി താലിബ് എവിടെയെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ആൾക്കൂട്ടത്തിൽ അദ്ദേഹം ഇല്ല. അസാബഹു റമാദ്, ചെങ്കണ്ണ് ബാധിച്ച് ടെൻറ്റിൽ കിടക്കുകയാണ് എന്ന് സഹാബാക്കൾ മറുപടി പറഞ്ഞു. വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കണ്ണീർ തൻ്റെ ആ
അനുഗ്രഹീതമായ തൻ്റെ ഉമിനീർ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പുരട്ടി. ചെങ്കണ്ണ് അപ്പോൾ തന്നെ സുഖമായി. പതാക കൊടുത്തു, യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെയാണ് ഖൈബർ യുദ്ധം ജയിക്കുന്നതെന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ കേവലം 10 വയസ്സിൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം യുവത്വത്തിന് ഏറ്റവും വലിയ മാതൃകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കണം. പക്ഷേ യുവത്വത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് ചുറ്റുപാടുകൾ നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവിധ ജീർണതകളും അവരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കാനുള്ള കഴുകന്മാർ നമ്മുടെ ചുറ്റുഭാഗത്തും ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ആ കഴുകന്മാരെ പ്രതിരോധിക്കുക എന്നതിന് ശക്തമായ നടപടികൾ മുസ്ലിം സമൂഹം സ്വീകരിച്ചേ പറ്റൂ. അതിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്തണം. നിരീശ്വരവാദത്തിൻ്റെ, നിർമ്മതവാദത്തിൻ്റെ, യുക്തിവാദത്തിൻ്റെ, ലൈംഗിക അരാജകത്വത്തിൻ്റെ, മയക്കുമരുന്ന് പ്രയോഗത്തിൻ്റെ ഇങ്ങനെ ആഭാസങ്ങൾ എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ സ്പോൺസർ ചെയ്തുകൊണ്ട് നമ്മുടെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കും. അതെല്ലാം പ്രതിരോധിച്ച് നിർത്തേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തിന്മകൾ പ്രതിരോധിച്ച് നിൽക്കാൻ നമുക്ക് ആവേശമായി മാതൃകയായി ഖുർആൻ പറഞ്ഞു തരുന്നത് ഹാബീലിൻ്റെ കഥയാണ്. ഹാബീലും ഖാബീലും ഒരു പ്രവാചകൻ്റെ 2 മക്കളാണ്. പക്ഷേ 2 പ്രതീകം. ഒന്ന് തിന്മയുടെ പ്രതീകം ഖാബീൽ, മറ്റൊന്ന് നന്മയുടെ പ്രതീകം ഹാബീൽ. അവർ തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ഖാബീലിൻ്റെ ആ ആരാധന സ്വീകരിക്കപ്പെട്ടില്ല. ഹാബീലിൻ്റെ ആരാധന ബലി അത് സ്വീകരിക്കപ്പെട്ടു. അസൂയ തോന്നി. ആ അസൂയ നിമിത്തം ഇനി നിന്നെ വെച്ചേക്കില്ല, നിന്നെ ഞാൻ കൊല്ലും എന്ന് ഖാബീൽ പറഞ്ഞപ്പോൾ ഹാബീൽ പറഞ്ഞാണ് ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിത്തിൻ യദിയ ലിഅഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. നീ എന്നെ കൊല്ലാൻ കൈനീട്ടിയാൽ നിന്നെ കൊല്ലാൻ ഞാൻ കൈനീട്ടില്ല, ഞാൻ പടച്ചതമ്പുരാനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹാബീൽ വളരെ മര്യാദപൂർവ്വം തൻ്റെ സഹോദരനോട് സംസാരിച്ചു. സഹോദരൻ ഹാബീലിനെ കൊന്നു. അവൻ്റെ ആ ദുഷിച്ച മനസ്സ്, ഹാബീലിൻ്റെ ദുഷിച്ച മനസ്സ് തൻ്റെ സഹോദരനെ കൊല്ലാൻ അവന് പ്രേരണ കൊടുത്തു, കൊന്നു. പിന്നെയാണ് അയാളുടെ മുമ്പിൽ പ്രതിസന്ധി വരുന്നത്. ഈ ശവശരീരം അല്ലെങ്കിൽ ഈ മയ്യത്ത് എന്ത് ചെയ്യണം അറിഞ്ഞുകൂടാ. അള്ളാഹു ഒരു കാക്കയെ അയച്ചു. കാക്ക മണ്ണിൽ കുഴിയുണ്ടാക്കി അതിൽ കുഴിച്ചു മൂടുന്നത് കണ്ടു. അങ്ങനെയാണ് ഈ ഭൗതിക ശരീരം മറവ് ചെയ്യാൻ ഹാബീലിന് സാധിച്ചത്. അപ്പോൾ സഹോദരന്മാരെ, ഒന്ന് നന്മയുടെ പ്രതീകമാണ് ഒരു ചെറുപ്പക്കാരൻ, മറ്റൊന്ന് ദുഷിപ്പിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് നന്മയുടെ പ്രതീകമാകാനും സമാധാനവും അതുപോലെ തന്നെ വിശുദ്ധിയും നേടാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ആരാണോ നമ്മുടെ കൂട്ടുകാർ അത് നോക്കണം. അനുകരണം നമുക്ക് പാടില്ല. പല ആളുകളും ഇവിടെ അനുകരണീയരായി നമ്മൾ പല ആളുകളെയും സ്വീകരിക്കുന്നു. മുടിയുടെ സ്റ്റൈല്, വേഷത്തിൻ്റെ സ്റ്റൈല്, സൗന്ദര്യത്തിൻ്റെ സ്റ്റൈല് ഒന്നുമില്ല. നമ്മുടെ സ്റ്റൈല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയാണ് നമ്മുടെ സ്റ്റൈല്. സഹാബത്താണ് നമ്മുടെ സ്റ്റൈല്. അവർക്കെന്താണ് അവർ ചെയ്തിരുന്നത്? അവരുടെ വസ്ത്രധാരണ രീതി എങ്ങനെയാണ്? അവരെങ്ങനെയാണ് ആഹാരം കഴിച്ചത്? അവരെങ്ങനെയാണ് സമൂഹത്തോട് പെരുമാറിയത്? ഇത് വളരെ സവിസ്തരമായി പ്രതിപാദിക്കപ്പെട്ടൊരു പഠനമാണ്. അത് നിങ്ങൾ പഠിക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഈ ഒരു നിലക്കും പടച്ചവൻ്റെ അടുക്കൽ യാതൊരു ഇക്റാമും കിട്ടാത്ത, യാതൊരു ബഹുമതിയും കിട്ടാത്ത ഈ നശിച്ച ആളുകളെ നിങ്ങൾ അനുകരണീയമാക്കി അവരുടെ സ്റ്റൈലിൽ മുടിയും അവരുടെ സ്റ്റൈലിൽ വസ്ത്രവും അവരുടെ ശൈലിയിൽ സ്വഭാവവും അവർ നടക്കുന്നത് പോലെ നടത്തവും അവർ ചാടുന്നത് പോലെ ചാട്ടവും, ഇതല്ല സഹോദരന്മാരെ വേണ്ടത്. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യഥാർത്ഥമായ മാതൃക നമുക്കിവിടെ വേറെയുണ്ട്. ആ മാതൃക തേടിപ്പിടിക്കണം. അത് എവിടെ നിന്നാണോ നമുക്ക് പകർന്നു കിട്ടുന്നത് അവിടെ നമ്മളത് പോയി സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരെ ഇടവും വലവും തിരിഞ്ഞു നോക്കി ആരാണ് കൂട്ടുകാരെന്ന് പരിശോധിക്കണം. എല്ലാ രംഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം നൽകുന്ന, വെളിച്ചം നൽകുന്ന, നേരായ വഴി കാണിച്ചു തരുന്ന നല്ല ചെറുപ്പക്കാരാക്കി നമ്മുടെ യുവാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. അവരെ വേണ്ട വിധം ധാർമ്മിക സംഹിതയിലൂടെ നയിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്കും മുതിർന്ന ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم
إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد